വഞ്ച നടത്തുന്ന ബ്രോക്കർമാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകൾ. ഇനിയോ വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത് വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. കച്ചവടം ചെയ്യുന്ന മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുന്നു, എൻ്റെ അടിമകളെ, അമ്പിയാക്കൾ മുഖേന അല്ലാഹു വിളിപ്പിക്കുകയാണ്, വയാ ഖൗമി, ഓ എൻ്റെ ജനതയെ, ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്തി, നിങ്ങൾ അളക്കുന്നുവെങ്കിലും തൂക്കുന്നുവെങ്കിലും നീതി കാണിക്കണേ. അളത്തത്തിൽ നീതി കാണിക്കണം. ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. വ്യക്തമായി ഖുർആനാണ് പറയുന്നത്, വലാ തബ്ഖസുന്നാസ്, പാവപ്പെട്ട മനുഷ്യന്മാർ വല്ലതും വാങ്ങാൻ വേണ്ടി വന്നാൽ അഷ്യാഅഹും, അവരുടെ ആ വസ്തുക്കളിൽ ഒരു കമ്മിയും നിങ്ങൾ വരുത്തരുതേ. ഖാലല്ലാഹു അസ്സ വജൽ, ചൊല്ലി സുബ്ഹാനഹു വ തആല. ഓർക്കച്ച് പടമയിലേക്കൊന്ന് പോകട്ടെ, പടമയിലേക്കൊന്ന് പോകട്ടെ. അല്ലാഹു തആല പറയുകയാണ്, കച്ചവടം ചെയ്യുന്ന ചെറിയ പെട്ടിക്കട നടത്തുന്നവരുണ്ടോ, ഒരിക്കലും മല്ലിയും മുളകും വാങ്ങാൻ വരുന്ന ആ പാവങ്ങൾക്ക് അല്പം പോലും നിങ്ങൾ കമ്മി വരുത്തരുതേ. അല്ലാഹു അടിമകളായ കച്ചവടക്കാരോട് പറയുന്നു, നോക്കൂ നിങ്ങൾ, ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത് വലാ തബ്ഖസുന്നാസ്. മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടുന്ന അവർ കാശ് കൊടുത്തുകൊണ്ട് കാശ് നൽകി നിങ്ങളുടെ അരികിലേക്ക് വാങ്ങാൻ വേണ്ടി വരുമ്പോൾ, നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ ഒരു വസ്തു നിങ്ങൾ കമ്മിയാക്കി പോകരുത്. മാത്രമല്ല അല്ലാഹു പറയുന്നു, വൈലുൽ ലിൽ മുത്തഫിഫീൻ, വൈലുൽ ലിൽ മുത്തഫിഫീൻ, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ താലൂ അലന്നാസ് യസ്തൗഫൂൻ വഇദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ. കേട്ടോളൂ മുസ്ലിം നാട്ടുകാരെ, അല്ലാഹു ഖുർആനിൽ പറയാ, അല്ലാഹു തആല അവൻ്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് നമ്മുടെ ജീവിതം ഖൈറാക്കി തരട്ടെ. ഉറക്കൊന്നും വന്നിട്ടില്ലല്ലോ, ഈ 10 പറയണം, 3 ആയിട്ടേ ഉള്ളൂ. 15 പെട്ടെന്ന് വായിച്ചു പോകും ഞാൻ. അപ്പോൾ 3 നോക്കി നിങ്ങൾ. ഈ കച്ചവടക്കാരെ കുറിച്ച് അല്ലാഹു തആല പറയാ, ആരാണ് വൈലി എന്ന കഠിനമായ ശിക്ഷ ചില കച്ചവടക്കാർക്ക് അല്ലാഹു കൊടുക്കും. ചില കച്ചവടക്കാർക്ക് അല്ലാഹു കഠിനമായ വൈലി എന്ന ആളിക്കത്തുന്ന ജഹന്നമിലെ ഒരു ചെറു കൊടുക്കും കച്ചവടക്കാർ. സ്വഹാബികളെ, എങ്ങനത്തെ കച്ചവടക്കാരാണവർ? ഏത് കച്ചവടക്കാരാണവർ? അല്ലദീന ഇദാ താലൂ അലന്നാസി യസ്തൗഫൂൻ. അവരുടെ കടയിലേക്ക് വല്ലതും വാങ്ങാൻ വേണ്ടി വലിയ വലിയ കടകളിലേക്ക് പോയാൽ അവർ എല്ലാം പൂർത്തിയാക്കി വടിച്ചവിടുന്ന് ഒരു പക്ഷക്ക് തൂക്കത്തിൻ്റെയും അളവിൻ്റെയും പാട്ടയുണ്ടോ, അളവ് പാട്ടയുണ്ടോ, അതും നിറച്ച് വാങ്ങിക്കളയും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതേ വസ്തു മറ്റൊരുത്തന്നെ വിൽപ്പന നടത്തുമ്പോഴോ അത് വടിച്ചുകൊണ്ട് കൊടുത്തു കളയും. ഖുർആനാ പറയുന്നു. നാട്ടുകാരെ, ഖുർആൻ കച്ചവടക്കാരോട് അല്ലാഹു പറയാ, അല്ലദീന ഇദാ താലൂ അലന്നാസി യസ്തൗഫൂൻ. ഇങ്ങോട്ട് വാങ്ങുമ്പോ മുഴുവനാക്കി ഫുള്ളാക്കി വാങ്ങിക്കളയും. അങ്ങോട്ട് കൊടുക്കുമ്പോഴോ വഇദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ. അളന്നു കൊടുക്കുന്നുവെങ്കിൽ കുറക്കും. എത്ര കണ്ട് തൂക്കി കൊടുക്കുന്നുവെങ്കിലോ. പഴയ കാലത്ത് ചില ആളുകളൊക്കെ പറയും, കച്ചവടക്കാർ തുലാസ് തൂക്കും പോലെ. വാക്ക് അങ്ങനെ ചെല്ലുണ്ട. തുലാസ് തൂക്കും പോലെ എന്നല്ല, തുലാസ് പിടിക്കും പോലെ, തുലാസ് പിടിക്കും പോലെ. അപ്പം എന്താ, അരി തൂക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിക്കും, ഈ പിടുത്തം പിടിയല്ല അത്ര. ഞാനൊക്കെ ദർസ് പഠിക്കും, എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഈ ബൈഇൻ്റെ ബാബ് ദർസ് എടുത്ത് തരുമ്പോൾ അന്ന് പറയും. അപ്പോൾ കച്ചവടക്കാർ തുലാസ് പിടിക്കും പോലെ ഒരു ചൊല്ലാണത്, ദർസിലൊക്കെ ഒരു ചൊല്ല. ഈ പിടുത്തം വിടൂല കേട്ടോ, കച്ചവടക്കാരൻ വിടൂല, വിടുകയല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആൾ വിൽപ്പനക്ക് വല്ല വസ്തുക്കൾ വാങ്ങാൻ പോയാൽ അത് വിട്, എന്നിട്ടൊന്ന് റെഡിക്കാക്ക്, പറയണം, പറയാ വേണ്ടത്. അപ്പോൾ കച്ചവടക്കാർ തുലാസ് പിടിക്കും. ആ പിടുത്തം
ഈ പിടുത്തവർ വിടൂല. എന്നിട്ടിങ്ങനെ തൂക്കന അതിങ്ങനെ വിട്ടോക്കട്ടെ, അപ്പം അറിയാതിൻ്റെ കോലം എന്താന്നുള്ളത്. മനുഷ്യ, അതിലൂടെ എന്താണ് കിട്ടാൻ പോകുന്നത്? ഒരു തരിയല്ലേ നിനക്ക് നേട്ടം, അത് ഹറാമാണ് മനുഷ്യ. അതിലൂടെ നീ സമ്പാദിച്ച 10 പൈസ കൊണ്ട് നിന്റെ കുട്ടികളെങ്ങാനും അവർക്ക് ഭക്ഷണം കൊടുത്താൽ, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്താൽ, ആ പാവങ്ങളുടെ ജീവിതം നാശത്തിലേക്കാൾ ഒമാനബത്തമിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അപ്പൊ കച്ചവടക്കാരെ കുറിച്ച് അള്ളാഹു പറയാം, വൈദാ മോശപ്പെട്ട നല്ല കച്ചവടക്കാർ ചെയ്യില്ല. വൈദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ, അവ്വസനൂഹും യുഖ്സിറൂൻ. അവർ അളന്ന് അങ്ങോട്ട് കൊടുക്കുന്നുവെങ്കിൽ, അവരങ്ങോട്ട് അളന്ന് കൊടുക്കുന്നുവെങ്കിൽ അവർ വല്ലാതെ എത്ര കണ്ട് കുറക്കാൻ പറ്റുമോ കുറക്കും. ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൂട്ടി വാങ്ങാൻ അത് ഒച്ചപ്പാടും ഹോൾസെയിൽ കടയിലൊക്കെ പോയിട്ടേ അത് വല്ലാത്ത ശൈലിയേക്കാർ. എത്ര കണ്ട് പിടിച്ചു വെക്കാൻ പറ്റുമോ അത് വാങ്ങും. വിൽപ്പന നടത്താൻ പറ്റി എത്ര കണ്ട് കുറക്കാൻ പറ്റുമോ. ഈ ട്രെയിനിലെ ചായ വിൽപ്പന പോലെ, ട്രെയിനിലെ ചായ വിൽപ്പന പോലെ അവർ വാങ്ങുമ്പോൾ ക്ലാസ് ഫുള്ളാക്കി വാങ്ങും. കൊടുക്കുമ്പോൾ അങ്ങോട്ട് അത് കുറച്ച് താഴ്ത്തിയിട്ടാണ്. നിങ്ങൾ കണ്ടുക്കണം. ഒന്ന് മൂളിയാ ബീവി നിങ്ങളെ റസാക്കാക്ക, നിങ്ങളെന്ത് മനുഷ്യനാണ്. ഒന്ന് നോക്കി നിങ്ങൾ, ഒന്നേ വല്ലാതെ താഴ്ത്തണ. അപ്പം എന്താ പറയുക, പൊത വന്നൂലേ, പൊത വന്നപ്പോൾ നിറഞ്ഞ പോലെ തോന്നും. പിന്നെ നിങ്ങൾക്ക് അരക്ലാസ് ഉണ്ടാകുള്ളൂ. അംസാക്ക അങ്ങനെ എൻ്റെ കോലം, നിങ്ങൾക്ക് ജിദ്ദിയിലൊക്കെ നല്ല അറിയാം എൻ്റെ കോലം അങ്ങനെ. അപ്പം അരക്ലാസ് ഉണ്ടാവില്ല എന്ന്. മാഷാ അല്ലാ, വല്ലാത്ത കൊടുംപഞ്ചന, വല്ലാത്ത കൊടുംപഞ്ചന കച്ചവടക്കാർ. അതുപോലെ ഒരു തുണിഷോപ്പുകാരനാണെങ്കിൽ മേഡ് ഇൻ ചൈനക്കാരൻ, അത് മെല്ലെ പറിച്ചിട്ട് നല്ല സ്ട്രോങ് സ്റ്റിക്കർ മേഡ് ഇൻ ജപ്പാൻ, മേഡ് ഇൻ ജപ്പാൻ. ചെരുപ്പച്ചവടക്കാരിലോ വല്ലാതെ ഉണ്ട് മേഡ് ഇൻ ജപ്പാൻ, അജരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ മേഡ് ഇൻ ജപ്പാൻ നോക്കി നിങ്ങൾ, ചൈനൻ്റെ ചെരുപ്പാണ് അല്ലെ ഇന്ത്യയുടേത്, അത് മേഡ് ഇൻ ഇറ്റലി അല്ലെ മേഡ് ഇൻ ജപ്പാൻ. എന്നിട്ട് ഹോട്ടലിൽ പോയി നോക്കൽ, പൊറാട്ട അങ്ങനെ ഫ്രഷ് പൊറാട്ടയാണ്, ഇന്നലത്തെ ചൂടാക്കിയതാണ് ഫ്രഷ് പൊറാട്ട. അപ്പോൾ പൊറാട്ട ഫ്രഷിൻ്റെ ചെറുപ്പക്കാരെ ഹോട്ടലിൽ ചെന്നാൽ മുകളിൽ കാണുന്നത് ഫ്രഷിനേക്കാൾ അടിയിൽ അത് ചൂടാക്കിയ ഇന്നലത്തെ പൊറാട്ട. 2 പൊറാട്ട തന്ന അതൊക്കെ നല്ല പഠന. അതൊക്കെ കച്ചവടക്കാർ, ഹോട്ടലിൻ്റെ ഉടമ, അവിടെ ജോലി ചെയ്യുന്ന ഹോട്ടൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ക്ലാസ് അല്ലേ, അതൊക്കെ റെഡി ക്ലാസ്സുകളാണ്. എന്നിട്ട് 2 പൊറാട്ട കൊടുക്കുന്നു, അടിയിലെ പൊറാട്ട പഴയതായിരിക്കണം, മുകളിലെ പൊറാട്ട ഫ്രഷ് തന്നെ. അങ്ങനെ ഫ്രഷ് പൊറാട്ട. മനുഷ്യ, ആരെയാണ് പറ്റിക്കുന്നത്? ആരെയാണ് പറ്റിക്കുന്നത്? ഇന്നലെ ചുട്ട പൊറാട്ടയാണ്, അത് ഇന്നലെ സൂക്ഷിച്ചു വെച്ച് ഇന്ന് ചൂടാക്കിക്കൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്നുവോ? ഇത് ഇന്നലത്തെ പൊറാട്ടയാണ്, അത് ചൂടാക്കി കേടുവന്നിട്ടില്ല, ഇത് പറഞ്ഞു കൊടുക്കണം. അത് ചതിച്ചുകൊണ്ട് ഫ്രഷ് പൊറാട്ടയാണെന്ന് പറഞ്ഞു കൊടുത്താൽ മനുഷ്യ, നിന്റെ ആ സമ്പാദ്യം ഹറാമാണ്, അപകടമാണ്. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നമ്മൾ 4-ാമത്തേലേക്ക് കിടക്കുക. കച്ചവടം പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു മാത്രം. നോക്കു നിങ്ങൾ, മാഷാ അല്ലാഹ്, ദഖൽതു ലിസിയാറത്തി ജാരിൻ ലീ കാന യബീഉൽ ഹിൻതാ. ഗോതമ്പ് കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഫലമ്മാ ഖഅത്തു ഇൻദ റഅസിഹി, അയാളുടെ തലഭാഗത്ത് ഞാൻ ചെന്നിരുന്നപ്പോൾ, ജബലാനി മിന്നാർ, ഗോതമ്പ് കച്ചവടക്കാരനാണ്. ജബലാനി മിന്നാർ, ജബലാനി മിന്നാർ. മരണത്തോടെ മല്ലിടുന്നു, സക്രാത്തിന്റെ വലിക്കുന്നു പെങ്ങളെ. ആ സമയത്താണ് ജബലാനി മിന്നാർ. ആ മനുഷ്യനങ്ങനെ പറയുന്നു, തീക്കട്ടയാലുള്ള 2 പർവ്വതം, തീക്കട്ടയാലുള്ള 2 പർവ്വതം. ഇത് പറഞ്ഞങ്ങനെ കരയാ. അപ്പൊ മഹാനവറുകൾ, ഫസഅൽതു സൗജതഹു, ഞാൻ അയാളുടെ ആ ഗോതമ്പ് കച്ചവടക്കാരൻ്റെ ഭാര്യയുടെ അരികിൽ ചെന്നു. ഞാൻ ചോദിച്ചു, പെണ്ടേ, എന്താണ് നിന്റെ ഭർത്താവ് ജബലാനി മിന്നാർ എന്ന് പറഞ്ഞ് കരയുന്നത്? ആ പെണ്ണ് പറഞ്ഞു, ഫഖാലത് ഇന്നഹു ഖാല ലഹു മുദ്ദാനി അഹദുഹുമാ കബീർ വൽ അഖീറു വൽ ആഖറു സഗീർ. അളക്കുന്ന 2 പാട്ടകളുണ്ട്, അളക്കുന്ന 2 വസ്തുക്കളുണ്ട്, 2 എണ്ണമുണ്ട്. ആരെങ്കിലും അരിവാ കൊണ്ടുവന്നാൽ കടയിലേക്ക് ഇങ്ങോട്ട് വാങ്ങുമ്പോ, ഗോതമ്പ് ഇങ്ങോട്ട് വാങ്ങുമ്പോ വലിയ പാട്ട വെച്ചുകൊണ്ട് അളന്ന് വാങ്ങും.
1 ലിറ്ററിന്റെ പാട്ടയുണ്ട് എങ്കിൽ ഇങ്ങോട്ട് അളന്നു വാങ്ങുന്നത് വലുത് കൊടുത്തിട്ടാണ്. അങ്ങോട്ട് ഗോതമ്പ് കൊടുക്കുമ്പോഴോ ചെറിയ ലിറ്ററാണ് കൊടുക്കുന്നത്. ചില ചെറിയ ലിറ്ററിലാണ് അളന്നു കൊടുക്കുന്നത്. ചെറുതും വലുതുമായ 2 ലിറ്റർ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഭർത്താവ് പലപ്പോഴും ചെയ്തിരുന്നു. നോക്ക് നിങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ള മുഖേന പഠിപ്പിക്കല്ലേന്ന്. ഇങ്ങോട്ട് അളന്ന് വാങ്ങുമ്പോൾ വലിയ മുദ്ദുകൊണ്ട്, വലിയ ലിറ്റർ എന്നല്ല പറയാ അല്ലേ, ലിറ്റർ എന്നല്ലേ നമുക്ക്, ആ ലിറ്റർ എന്നല്ല പറയാ, വലുത്. ഇനി അങ്ങോട്ട് വിൽക്കുന്നുവെങ്കിലോ, എന്നാൽ ആ മരിച്ച് കാലലഹൂബിൽ മുദ്ദി സഗീർ, ചെറിയ മുദ്ദിൽ അഥവാ ചെറിയ ലിറ്ററിൽ അളന്നു കൊടുക്കും. ഇങ്ങനത്തെ 2 ലിറ്റർ അവനുണ്ടായിരുന്നു. ആ സമയത്ത് ഫഅലിംതു അന്നൽ മുദ്ദൈനി ഹുമല്ലദാനി തസവ്വറാ ലഹു ജബലൈനി മിൻ നാർ. ഇതാണ് മരിക്കാൻ കിടക്കുമ്പോൾ വലിയ 2 പർവ്വതമായി, തീക്ക ആളിക്കത്തുന്ന തീകുണ്ടാരത്തിലെ 2 പർവ്വതമായി അള്ളാഹു കാണിച്ചു കൊടുത്തത്. എൻ്റെ അനുജന്മാരെ, ചെറിയ പെട്ടിക്കട നടത്തുന്ന നാട്ടുകാരെ, കച്ചവടം നല്ല ബറക്കത്തുള്ളതാണ്, ഐശ്വര്യമുള്ളതാണ്, വലിയ ബറക്കത്തുള്ളതാണ് കച്ചവടവും അതുപോലെ മറ്റു ഏർപ്പാടുകളും. അതിൽ ചതി കാണിക്കരുത്, അത് കച്ചവടത്തിൽ ചതിച്ചു പോകരുത്. ചതിച്ചാൽ അല്ലാഹു ഒരു ഐശ്വര്യവും നൽകില്ല. ഇപ്പുറത്ത് നല്ല കാശുണ്ട് എങ്കിലും അപ്പുറത്ത് നല്ല പരീക്ഷണങ്ങൾ, വലിയ വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ വലിയ രോഗങ്ങൾ കൊടുത്തുകൊണ്ട്, അതല്ല എങ്കിൽ മാനസിക പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ട് അല്ലാഹു അവനെ ഇരുത്തിക്കളയും. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ, 3ാമത്തെ മക്കളായി ഇബ്ലീസ് എണ്ണിപ്പറഞ്ഞത് താജിറുൽ ഖായിനുൽ, ചതിയനായ കച്ചവടക്കാരനാണ്. 4ാമതായി പറയുന്നു ഷാരിബുൽ ഖംറി, 4ാമത്തെ മകൻ. ഒന്നെന്താ പറഞ്ഞത് വാക്കാ മണിയെ, എന്താ പറഞ്ഞ നമ്മള്, നിങ്ങൾ മറന്നല്ല, അക്രമിയായ അല്ലേ. 2 നമുക്ക് ആ 2ാമത്തെ എന്താറ്, ഇന്നത്തെ 10 എനിക്ക് കിട്ടണം, അത് ഞാൻ ഇങ്ങനെ ചോദിക്കും നിങ്ങളോട്, അത് ഞാൻ വിടൂല. 2 മുതലാളി അല്ലേ, അഹംഭാവിയായ മുതലാളി. 3 കള്ള ബ്രോക്കറും കള്ള കച്ചവടക്കാരൻ. 3. 4ാമതായി പറയുന്നു ഷാരിബുൽ ഖംറി. നഊദു ബില്ലാഹി മൻ അത്അമ ഷാരിബൽ ഖംറി സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ ബഅതറബാ. എൻ്റെ ശബ്ദം കേൾക്കുന്ന നാട്ടിലെ ഞങ്ങളുടെ അനുജന്മാരെ, സാധുക്കളാണ് നമ്മൾ. പട്ടിയുടെ മൂത്രമുണ്ടല്ലോ, ഒരു നായ മൂത്രമൊടിക്കുന്നതും ഒരു പന്നി മൂത്രമൊടിച്ചതും ഒരു പട്ടി മൂത്രമൊടിച്ചതും ചാരായമെന്ന് പറയുന്ന ഒന്നും മദ്യമെന്ന് പറയുന്ന ഒന്നും, അത് രണ്ടും രണ്ടല്ല. പട്ടിയുടെ മൂത്രവും ചാരായവും ഒരുപോലെയാണ്. പട്ടിയുടെ മൂത്രവും നായമൂത്രവും ചാരായവും കള്ളും ഒരുപോലെയാണ്. ദീനാണ് അനുജന്മാരെ പഠിപ്പിക്കുന്നത്. എത്രയെത്ര ആളുകളാണ് വിവരമില്ലാത്തത് കൊണ്ട് കള്ളുകുടിച്ച് പെങ്ങളെ, പാവപ്പെട്ട ഭാര്യമാരെ ആക്രമിക്കുന്നത്. ഒരു കുടിയനാണോ? നിങ്ങളുടെ വീട് നരകമാണല്ലോ ഉമ്മമാരെ. നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഭർത്താവോ നിങ്ങളുടെ മോനോ കുടിയനാണ് എങ്കിൽ ആ വീട് നരകമാണ്. ജീവിതം പോയി, ദുനിയാവിൽ ജീവിതമില്ല, ദുനിയാവിൽ തന്നെ നരകമായിരിക്കും ആ കുടുംബം. ഒരു കുടിയനുണ്ടായാൽ മതി. മൻ അത്അമ ശാരിബൽ ഖംറി, അതുകൊണ്ട് മനുഷ്യരോട് പറയുന്നു, മൻ അത്അമ ശാരിബൽ ഖംറി, ഒരു തുള്ളി കള്ളു കുടിക്കുന്നവന് ആരെങ്കിലും ഒരു പിടി ഭക്ഷണം കൊടുത്താൽ സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഅതറബാ. ഒരു പിടി ഭക്ഷണം കുടിയന്മാർക്ക് കൊടുക്കുന്നവരെ അല്ലാഹു അവന് കൊടുക്കുന്ന ശിക്ഷ ഹയ്യതൻ വഅതറബാ,
അവന്റെ ഖബറിൽ പാമ്പുകളും തേളുകളും വന്ന് കൊത്തി വലിക്കുന്നതാണ്. ഖാല റസൂലുള്ളാഹി. ഒരു കുടിയനെ കുറിച്ചുള്ള ശിക്ഷയല്ല പറഞ്ഞത്, കള്ളുകുടിയനെ കുറിച്ചല്ല പറഞ്ഞത്. കള്ളുകുടിക്കുന്ന മനുഷ്യന് ആരെങ്കിലും ഒരു പിടി ഭക്ഷണം കൊടുത്താൽ ആ മനുഷ്യനുക്കുള്ള ശിക്ഷയാണ് റസൂലുള്ള പറയുന്നത്. വമൻ അഖറലഹു ഖർലാ. മുസ്ലിമീങ്ങളെ, കള്ളുകുടിച്ച് നടക്കുന്നവർക്ക് 10 പൈസ കടം കൊടുത്തു പോകരുത്. ആരാണ് കുടിയന്മാർക്ക് കടം കൊടുക്കുന്നത്? അവിടെ ദയ കാണിക്കണ്ട. ദയ കാണിച്ചത് കൊണ്ട് നേട്ടമില്ല. വമൻ അഖറലഹു ഖർലാ. ആരെങ്കിലും കുടിയന്മാർക്ക് 10 പൈസ കടം കൊടുത്തു പോയാൽ ഫഖദ് അആന അലാ ഖത്ലി മുഅ്മിനിൻ. ഒരു പാവപ്പെട്ട മുഅ്മിനായ മനുഷ്യനെ കൊന്നുപോയാൽ അവനുക്കുള്ള ശിക്ഷ എത്രയാണ്? അതിനേക്കാളും വലിയ ശിക്ഷ ഈ കടം കൊടുത്തവനുക്കുണ്ട്. ഖാല റസൂലുള്ളാഹി. റസൂലുള്ളയാണ് പറയുന്നത്. എൻ്റെ അനുജന്മാരെ, ഉമ്മമാരെ, ഒരു കുടിയന് കടം കൊടുത്തവനുക്കുള്ള ശിക്ഷയാണത്. വമൻ ജാലസഹു ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. എൻ്റെ അനുജാദീനിൻ്റെ പടയാളികളെ, കള്ളു കുടിക്കുന്നവരുടെ വാഹനത്തിൽ യാത്ര ചെയ്യരുത്. ഇന്ന് കല്യാണത്തിന് മദ്യം വിളമ്പുന്ന കാലമാണ്. നമ്മുടെ നീലഗിരി ജില്ലയിൽ ഗൂഡല്ലൂർ താലൂക്കിലും പന്തല്ലൂർ താലൂക്കിലും ഒരു കാലത്ത് ഊഹിക്കാൻ കഴിയാത്ത രംഗമാണ് കല്യാണ സദസ്സിൽ വെച്ചുകൊണ്ട് മദ്യം വിളമ്പുന്നത്. ഓ ഉപ്പമാരെ, ആ മുസീബത്ത് നമ്മുടെ 2 താലൂക്കിലും വന്നുകൊണ്ടിരിക്കുന്നു. പ്രായം ചെന്ന പിതാക്കളെ അല്ലാഹു നല്ല നിലക്ക് മരിപ്പിക്കുമോ? ഏത് ആജിയാരുടെ വീട്ടിലാണ്, ഏത് ആജിയാരുടെ മകന്റെ കല്യാണത്തിനാണ് മദ്യം വിളമ്പുന്നത്? ആ ആജിയാരെ പടച്ച റബ്ബ് പൊരിക്കൂലേ മുസ്ലിമീങ്ങളെ? വമൻ ജാലസഹു. മദ്യം വിളമ്പുന്ന ഏത് കല്യാണമുണ്ടോ ആ കല്യാണത്തിൽ മുസ്ലിമീങ്ങളെ പോയിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ ആ വെള്ളം നന്നാകുന്നു. ആ വീട്ടിൽ പോയി വെള്ളം കുടിക്കരുത്. മദ്യം വിളമ്പുന്ന കല്യാണ വേളയിൽ, കല്യാണ സദസ്സിൽ പോയി ഒരിക്കലും തന്നെ ഭക്ഷണം കഴിക്കരുത്. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോകരുത്. അത് തീയാണ്, അത് നന്നാകുന്നു, അത് വിഷമാകുന്നു. നമ്മുടെ താലൂക്കിൽ വ്യാപിച്ചിരിക്കുകയാണ്. വമൻ ജാലസഹു ഹശറഹുല്ലാഹ്. കുടിയനായ മനുഷ്യന്റെ കൂടെ, ഉമ്മമാരെ, ഏതെങ്കിലും കുടിയനായ മനുഷ്യന്റെ കൂടെ ആരെങ്കിലും ബൈക്കിന്റെ പിന്നിലോ കാറിലോ മറ്റു കൂടെയോ യാത്ര ചെയ്താൽ, ഈമാനുള്ള ചെറുപ്പക്കാരെ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. അല്ലാഹു തആല അവനെ കുരുടനാക്കി കൊണ്ടുവരും. ഖാല റബ്ബി ബിമാ അശറതനി അഅമാ. യജമാനനായ അല്ലാഹ്, എന്തിനാണ് എന്നെ കുരുടനാക്കിയത്? വഖദ് കുന്തു ബസീറാ. ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ. ഖാല കദാലിക അത്തിക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. കാര്യം ശരിയാണോ? എൻ്റെ മുത്തുനബിയല്ലേ നിന്നോട് പറഞ്ഞത് കുടിയന്മാരെ കൂടെ നീ നടക്കരുതെന്ന്? നീ റസൂലുള്ളാഹിനെ മാറ്റിവെച്ചില്ലേ? നീ ആരുടെ വാക്ക് കേട്ടുകൊണ്ടാണ് കുടിയന്മാരായ ചാരായത്തിന്, കള്ളിന് അടിമപ്പെട്ട് നടക്കുന്ന കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് നീ അവന്റെ കൂടെ നടന്നപ്പോ റസൂലുള്ളാഹി പറഞ്ഞത് നീ മറന്നുവല്ലോ. വകദാലികൽ യൗമ തുൻസാ. ഇന്ന് നിന്നെ ഞാനും ഇതാ മറന്നിരിക്കുന്നു. അല്ലാഹു പറയുമെന്ന് ഖാല റസൂലുള്ളാഹി. റസൂലുള്ള മുഖേന പണ്ഡിത ലോകം വിവരിക്കുന്നു.
യഖ്റുജു ശാരിബുൽ ഖംറി യൗമൽ ഖിയാമത്തി അൻതന മിനൽ ജീഫാ. ഒരു കുടിയനായ മനുഷ്യൻ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുന്നത് ചത്ത പോത്തിന്റെ നാറ്റത്തെക്കാൾ, ചത്ത നായകളെക്കാളും അമ്പരപ്പിക്കുന്ന വിധത്തിലാണ് കുടിയനായ മുസ്ലിമായ മനുഷ്യൻ വരിക എന്ന് ത്വാഹാ റസൂലുള്ളാഹി. ഉമ്മാ, എന്റെ പെങ്ങളെ, നിന്റെ ഭർത്താവ് കുടിയനാണോ? ഒന്ന് സൂക്ഷിക്കടേ, ദുആ ചെയ്യടേ. ആ ഭർത്താവിന് നീ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് ആ ഭർത്താവിന് നീ രക്ഷപ്പെടുത്തണേ പെങ്ങളെ. അല്ലാഹു തആല കാക്കട്ടെ. കടുപ്പത്തിൽ പറയേണ്ടതാണ് 11 കാര്യം കുടിയന് ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന ഭവിഷ്യത്തുകൾ. അതിപ്പോൾ പറഞ്ഞാൽ നമുക്ക് 10 തീർക്കാൻ പറ്റൂല, അല്ലേ? അപ്പം ഇത് ഞാൻ ഒതുക്കുകയാണ്. അപ്പം 4-മത്തത് ഷാരിബുൽ ഖം. അഞ്ചാമതായി പറയുന്നത് അൽ ഫത്താൻ. അൽ ഫത്താൻ, മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിന് പകരം ഏഷണികൾ വ്യാപിക്കുക. ഏഷണി പറയുന്ന, നമീമത്ത് പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഫിത്നയുണ്ടാക്കുന്നവൻ, അവനാണ് ഇബ്ലീസിന്റെ 5-മത്തെ മകൻ. ായി പറയുന്നത് സാഹിബുസ്സിനാ. സാഹിബുസ്സിനാ, എന്റെ വാള് കേൾക്കുന്ന പെങ്ങളെ, സാഹിബുസ്സിനാ. 5-മതായി പറയുന്നു വ്യഭിചാരി പെണ്ണും വ്യഭിചാരിയായ ആണുമാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. മാസങ്ങൾക്ക് മുമ്പ് ചത്തുകിടക്കുന്ന പട്ടിയെ കുടിച്ചു മൂടാതെ വീടിന്റെ ഉമ്മരപ്പടിയിൽ വെച്ചാൽ ഏത് രൂപത്തിലാണ്? മാസങ്ങൾക്ക് മുമ്പ് ചത്തുകിടക്കുന്ന പട്ടിയെ കുടിച്ചു മൂടാതെ വീടിന്റെ ഉമ്മരപ്പടിയിൽ വെച്ചാൽ എന്തൊരു നാറ്റമാണ്! അതിനേക്കാളും വലിയ നാറ്റത്തോടുകൂടെ ചില ആളുകളെ അല്ലാഹു കോടതിയിൽ, അവന്റെ കോടതിയിൽ കൊണ്ടുവരുന്നതാൽ മൂക്കുപൊത്തിക്കൊണ്ട്, പടച്ചവരെ ഇതെന്തൊരു രംഗമാണ്, ഇതെന്തൊരു നാറ്റമാണ്! അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ വിളിച്ചുകൊണ്ട് പറയും, നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും അങ്ങോട്ട് വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല റഹ്മാൻ. ഇതെന്തൊരു നാറ്റമാകുന്നു! ഭൂമിലോകത്ത് വ്യഭിചരിച്ച ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യസ്ഥാനത്തിലൂടെ ഒഴുകി വരുന്ന നാറ്റിന്റെ ദുർഗന്ധമാകുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 6-മതായി പറഞ്ഞു സാഹിബുസ്സിന, വ്യഭിചാരി പെണ്ണാണ്. വ്യഭിചാരി പെണ്ണും വ്യഭിചാരിയായ ആണുമാകുന്നു. അല്ലാഹു തആല വ്യഭിചരിക്കുന്ന ആണിനും വ്യഭിചരിക്കുന്ന പെണ്ണിന്റെയും ദുർഗന്ധത്തെക്കുറിച്ച് പടച്ച റബ്ബ് വിവരിക്കുകയാണ്. മാത്രമല്ല, എൻ്റെ അനുജന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിതാ ചെറുപ്പക്കാരായ കുട്ടികളോട് പറയുന്നു, മോനെ, ഇന്ന സിനാ ആറുൻ കബീർ. വ്യഭിചാരമെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പടിയാണ്. യഹ്ദിമുൽ ബുയൂത്തർ റഫീഅ, എത്ര നല്ല തറവാടുള്ള വീടുകളെ അത് പൊളിച്ചു കളഞ്ഞു. എത്ര വലിയ പേരുകേട്ട നേതാക്കന്മാർ, അവരൊക്കെ കീപ്പോട്ട് പോയി. വ്യഭിചാരക്കേസുമായി എത്ര വലിയ തലകളാണ് വീണുപോയത്. നല്ല നല്ല ആളുകളെ അത് കറുപ്പിച്ച് കളയുന്നതാണ്. ഈമാനുള്ള ദീനിന്റെ പടയാളികളെ, പുരുഷന്മാരുടെ അഭിമാനം പറിച്ചു ചീന്തുന്ന ഓ മനുഷ്യ, വ്യഭിചാരവുമായി ഏതെങ്കിലും ഒരു അന്യ പെണ്ണുമായി വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ നീ എന്തിനു പറ്റും? മയ്യസിനി ഫീ ഖൗമിൽ ബി അൽഫൈ ദിർഹമി ഫീ അഹ്ലിഹി യുസ്ന ബിറുബഇ ദിർഹമി.
എടോയോ ഈമാനുള്ള മനുഷ്യ, 2000 ദിർഹം കൊടുത്തിട്ട് 2000 ദിർഹം കൊടുത്ത് മയ്യസ്നി ഫീ ഖൗമിൽ, നീ എങ്ങാനും വേശ്യാലയത്തിൽ പോയി 2000 രൂപ കൊടുത്ത് നീ വ്യഭിചരിച്ചു പോയാൽ ഫീ അഹ്ലിഹി യുസ്ന ബിറുബഇ ദിർഹമി, 1 രൂപയുടെ 3/4 ഒരു ഭാഗം കൊടുത്തിട്ട് നിന്റെ കുടുംബത്തിലതാ നിന്റെ പെൺകുട്ടികൾ വേശ്യകളായി പോകുന്നത് കണ്ടോ മനുഷ്യ? നീ 2000 കൊടുത്തിട്ടാണ് വേശ്യാലയത്തിൽ പോയി നീ വ്യഭിചരിക്കുന്നതെങ്കിൽ നിന്റെ വീട്ടിലതാ 50 പൈസ പോലും ഇല്ലാത്ത വിധത്തിൽ നിന്റെ മോള് വ്യഭിചാരിയായി മാറുന്നു, നിന്റെ ഭാര്യ വ്യഭിചാരിയായി മാറുന്നു, നിന്റെ പെങ്ങൾ വ്യഭിചാരിയായി മാറുന്നു. സൂക്ഷിച്ചോ മുസ്ലിമേ, ഇന്ന സിനാ ദൈനുൽ ഇദസ്തഖറൽതഹു കാനൽ വഫാഉ മിൻ അഹ്ലി ബൈതിക ഫഅലമി. മുസ്ലിമീങ്ങളെ, വ്യഭിചാരമെന്ന് പറയുന്നത് ഒരു തരം കടമാണ്. ഇദസ്തഖറൽതഹു, അതിനെ നീ കടമായി സ്വീകരിച്ചാൽ കാനൽ വഫാഉ മിൻ അഹ്ലി ബൈതിക, നിന്റെ വീട്ടിലാണ് അതിന്റെ നാശം അടിച്ചു വീശുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. വ്യഭിചാരി പെണ്ണിനെയും വ്യഭിചാരി ചെക്കനെയും എറിഞ്ഞു കൊല്ലടേ മുസ്ലിമീങ്ങളെ. ദാഹിച്ച് പിടയുമ്പോ ഒരു തുള്ളി വെള്ളം ചോദിക്കുന്ന സമയത്ത് കൊടുത്തു പോകണ്ട. വ്യഭിചാരികളായ ആണിനെയും പെണ്ണിനെയും എറിഞ്ഞു കൊല്ലണം, നിങ്ങൾ എറിഞ്ഞു കൊല്ലണം. കല്യാണം കഴിക്കാത്തവരാണോ അവരെ നിങ്ങൾ അടിച്ചു കൊള്ളണം. അടിച്ചടിച്ചടിച്ചടിച്ച് പിടയുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോ കൊടുത്തു പോകല്ല. ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ 6ാമതായി ഈ ഗൗരവമുള്ള മാ ലഹറത്തിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഹത്താ യുഇലിനു ബിഹാ ഇല്ലാ ലഹറ ഫീഹിം അത്താഊൻ വൽ ഔജാഉ അല്ലദി ലം തകുൻ ഫീമൻ ഖബ്ലഹും. വ്യഭിചാരികൾ വർദ്ധിച്ചാൽ മുമ്പ് കേൾക്കാത്ത പല പനികളും പല രോഗങ്ങളും വർദ്ധിക്കുന്നതാണ്. അല്ലാഹു തആല കാക്കട്ടെ. നോക്കിങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞത് വൽ ഔജാഉ അല്ലതി ലം തകുൻ ഫീമൻ ഖബ്ലഹും, മുമ്പ് കേൾക്കാത്ത രോഗങ്ങൾ. ആരെങ്കിലും കുരങ്ങുപനി നമ്മൾ മുമ്പ് കേട്ടുകണ? കുരങ്ങുപനി. ഇപ്പം എന്താ വേറൊരു പനി ഉണ്ടല്ലോ, ഇപ്പോൾ വേറൊരു പനി ഇറങ്ങിയിട്ടുണ്ടല്ലോ. എലിപ്പനി കഴിഞ്ഞുപോയി, എലിപ്പനി പിന്നൊരു പനി ഉണ്ടല്ലോ, കുരങ്ങും പനി, വേറൊരു പനി ഉണ്ടല്ലോ, ആരിട്ടും മുണ്ടണമില്ല. പന്നിപ്പനി അല്ലേ? പട്ടിപ്പനി ഉണ്ടോ? പട്ടിപ്പനി, പന്നിപ്പനി, ഓരോത്തരം, പക്ഷിപ്പനി, അങ്ങനെ പല പനി, പന്നിപ്പനി, പട്ടിപ്പനി, അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ്. മുമ്പ് കേൾക്കാത്ത പല പല പനികളും പല പല രോഗങ്ങളും പിടിപെടും. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. പക്ഷേ ഈമാനുള്ള ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മമാരെ, ഈ മാരകമായ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വ്യഭിചാരമെന്ന് പറയുന്ന നാശത്തിലേക്ക് എത്തിപ്പെടുന്നത് ആ വടികളാണ്. കാരുണ്യത്തിൻ്റെ മുത്ത് സൂക്ഷിക്കാൻ വേണ്ടി പല മേഖലകളും നമുക്ക് നൽകി. അതിൽ നിന്ന് സൂക്ഷിക്കാത്തത് കാരണമായി വരുന്ന ആഫത്തുകളെ വിവരിക്കുന്നു. എത്ര മഹാന്മാരാണ് നമുക്ക് താക്കീത് നൽകിയത്. ഒന്നിച്ചിരുന്ന് പലതരത്തിലുള്ള സിനിമകൾ കാണുന്ന വീടുകളുണ്ടോ? ഉമ്മയും ബാപ്പയും ഭർത്താവും ഭാര്യയും ആൺകുട്ടികളും പെൺമക്കളും ഒരുമിച്ചിരുന്ന് വീട്ടിൽ സിനിമ കാണുന്നുണ്ടോ? ആ സിനിമ ചിലപ്പോൾ നല്ല നല്ല വാർത്തകളാണ്. ആ വാർത്തകൾക്കിടയിലാണ് പെട്ടെന്നൊരു പരസ്യം വരുന്നത്. ആ പരസ്യം നമ്മുടെ മക്കളെ വെടക്കാക്കുന്നു. മാതാപിതാക്കളെ, ഉമ്മയും ബാപ്പയും മകനും മരുമകളും ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്ന സമയത്ത്, വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഇടയിൽ വരുന്ന പരസ്യമാകുന്ന കൂത്താട്ടങ്ങൾ അത് നമ്മുടെ മോളെ നശിപ്പിക്കുന്നതാണ്.
ഉമ്മാ, നമ്മുടെ മക്കളെ വ്യഭിചാരികളാക്കി കളയുന്നതിൻ്റെ ആമുഖമാണ് ഉമ്മ. ചെറിയ കുട്ടികളെങ്ങാനും ആ വാർത്തകൾക്കിടയിൽ, നമ്മുടെ വാർത്തകൾക്കിടയിൽ ഈ പരസ്യം കണ്ട് ആണും പെണ്ണും പരസ്പരം ചുംബിക്കുന്ന കാഴ്ച ചെറിയ കുട്ടികൾ കണ്ടാൽ അവരുടെ മനസ്സിൽ പതിഞ്ഞോ? ഇനി അവരുടെ മനസ്സ് മന്ത്രിക്കുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള വടിയാടി. മാതാപിതാക്കളെ, നെഞ്ചുറപ്പുള്ള സ്വർഗത്തിൽ മക്കളുമൊത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ടോ? സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ ദൗത്യമാണ്. അന്യപുരുഷന്മാരും അയൽക്കാരും വീടകങ്ങൾ കയറിറങ്ങുന്ന ഒരു ദുസ്വഭാവമുണ്ടോ? എത്ര അയൽപ്പക്കത്തുള്ളവരാണെങ്കിലും അടുക്കളയിലേക്ക് അവരെ പ്രവേശിപ്പിക്കരുതേ മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് സ്നേഹം കുറയില്ല. അത് താൽക്കാലികമായി സ്നേഹം കുറയുന്നതാണ് എങ്കിലും, കുറക്കുന്നതാണ് എങ്കിലും ഒരു വലിയ ജീവിതമാണ് കിട്ടുന്നത്. അല്ല എങ്കിൽ അയൽവാസികളാവട്ടെ, ചങ്ങാതിമാരാവട്ടെ, കൂട്ടുകാരാവട്ടെ, നമ്മുടെ അടുക്കളയിൽ മാതാപിതാക്കളെ 18ഉം 20 വയസ്സുള്ള പെൺകുട്ടികളുണ്ടോ അടുക്കളയിൽ? ആ അടുക്കളയിലേക്ക് അയൽപ്പക്കത്തുള്ളവര് ഏറ്റവും അടുത്ത വീട്ടുകാരാണെങ്കിലും ആൺകുട്ടികളെ ഈ അടുക്കളയിലേക്ക് വിട്ടുപോകരുത്. മാതാപിതാക്കൾക്ക് വല്ലാത്ത ശിക്ഷ ലഭിക്കും. ആ പെൺകുട്ടി എങ്ങാനും ഈ ആൺകുട്ടിയും പെൺകുട്ടിയും വേണ്ടാത്ത ചിന്തകളിലേക്ക് പോയാൽ അല്ലാഹു തആല നിസ്കാരത്താമ്പ് വെച്ച മാതാപിതാക്കളാണെങ്കിലും പടച്ചറപ്പവരെ വിടില്ല. 10 വിരലുകൾ മാതാപിതാക്കൾ കടിക്കേണ്ടി വരും. അയൽവാസികളിൽപ്പെട്ട ആളുകളെ പോലും അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കരുത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറയാ, ഉറക്കെ ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഭാര്യയും നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ സഹോദരിമാരും വ്യഭിചാരമാകുന്ന വൃത്തികെട്ട പ്രവണതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൺകുട്ടിയെയും അടുത്ത മഹറമല്ലാത്ത കുടുംബത്തിലെ ആളുകളാണെങ്കിലും മഹറമല്ലാത്തവരാണോ അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഖാല റസൂലുള്ളാഹി. കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു പോയ ദീനുൽ ഇസ്ലാം. സ്വന്തം മകളുടെയും സഹോദരിമാരുടെയും ശരീരവണ്ണം തയ്യൽക്കാരനെ കൊണ്ട് എടുപ്പിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിക്ക് ടൈലർ ഷാപ്പിൽ ചെന്നുകൊണ്ട് ആണുങ്ങളെ കൊണ്ട് അവിടുന്ന് അളവെടുക്കുന്ന മാതാപിതാക്കളെ, പുരുഷന്മാർ തയ്യൽ നടത്തുന്ന തയ്യൽ മെഷീൻ തയ്യൽ കടയിൽ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ പറഞ്ഞയച്ച് ആണുങ്ങളെ കൊണ്ട് അവരുടെ വണ്ണവും മറ്റും അളക്കാൻ അവസരം ഉണ്ടാക്കിക്കൊടുത്ത മാതാപിതാക്കളെ, 10 വിരലുകൾ ഇവിടെ കടിച്ചിട്ടല്ലാതെ നിങ്ങൾ മരിക്കൂല. ഇസ്രാഫീലിന്റെ ഊത്തുവരെ ഖബറാകുന്ന ആ മണ്ണറ അദാബാടി നരകമാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. അവിടുന്ന് അന്യർക്ക് വീടുകളിലുള്ള അമിത സ്വാതന്ത്ര്യം ആരാണ് എങ്കിലും അന്യൊരുത്തനാണോ അവർക്ക് വീടുകളിൽ അമിത സ്വാതന്ത്ര്യം കൊടുത്തു പോകരുത്. പറയുന്ന മുസ്ലിയാരോട് ചിലപ്പോൾ വെറുപ്പ് വരുന്ന കൂട്ടുകാരനുണ്ടാവും. എൻ്റെ അനുജാ, സ്നേഹിത, ഇതിന്റെ ഗൗരവം ഒരു കുട്ടി നഷ്ടപ്പെട്ടാലേ അറിയൂ. എത്ര അടുത്തവരാണ് എങ്കിലും അന്യർക്ക് വീടുകളിൽ അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്ന ദുർഗതി. എത്ര ചെറുപ്പക്കാരാൻ ഭാര്യയൊന്ന് സംസാരിക്കാത്തതിൻ്റെ പേരിൽ അവിടെ ത്വലാഖ് ചൊല്ലിവിട്ട പാരമ്പര്യം നമ്മുടെ നാടുകൾ കണ്ടുവരുന്നു. ഗൾഫുകാരൻ്റെ ഭാര്യ, അപ്പോൾ ഭാര്യയെക്കാണ് കത്ത് അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ മറയുടെ പിന്നിൽ വെച്ച് സംസാരിക്കും. ഗൾഫുകാരൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ് വന്നു കാര്യമായി നല്ല സൽക്കരിക്കലോ ഇരുത്തലോ ഒരു കാര്യമായ സംസാരം ഇല്ലെങ്കിലേ, എടോ ഞാൻ നിൻ്റെ വീട്ടിലൊക്കെ പോയടോ, അവിടെ എന്താ പള്ളിക്കാട്ട് പോയ പോലെ നിൻ്റെ പെണ്ണുങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് നിൻ്റെ ഉമ്മ അപ്പുറത്ത് നിന്നിട്ട് ഒന്ന് എല്ലാവർക്കും സംസാരിച്ചൂടെ? അപ്പം തോന്നിപ്പോകും, ഈ ഗൾഫുകാരൻ തോന്നിപ്പോ ഇത് വല്ലാത്ത മനുഷ്യ
ദീനിന്റെ പടയാളികളെ, ആ പെണ്ണ് സ്വർഗത്തിലെ നിങ്ങളുടെ മുത്താകുന്നു. അങ്ങനത്തെ ഭാര്യയാണോ? നിങ്ങളുടെ കൂട്ടുകാരനാണ് വീട്ടിൽ വന്നതെങ്കിലും മറയുടെ പിന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വന്ന ആ പെണ്ണാണോ? ചെറുപ്പക്കാരെ, ആ പെൺകുട്ടിക്ക് ദുആ ചെയ്തോളൂ. അത് നിന്റെ സ്വർഗത്തിലെ കരളാടി. നേരെ മറിച്ച് നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണെങ്കിലും വരുമ്പോഴേക്കും വീട്ടിലിരുത്തി അടുത്തുപോയി സംസാരിക്കുന്നവൾ, അവൾ നാശകാരിയാൻ. നിനക്ക് പറ്റിയ പെണ്ണല്ലവൾ. ആ പെണ്ണ് പലതിലേക്കും പെട്ടുപോകും. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത്. ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാണാം. ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് ചോദിക്കുക, ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഒരു ഈമാനുള്ള പെൺകുട്ടിയാണെങ്കിൽ എന്താ പറയണ്ടത്? കേട്ടോളൂ ഉമ്മമാരെ. ഒരു അന്യ പുരുഷൻ വന്നിട്ട് ബെല്ലടിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇവിടെ ആരില്ല. എവിടെ പോയി? എവിടെയാണാവോ? എപ്പോഴാണാവോ? നീ ഹയാത്തുണ്ടെങ്കിൽ ഈ ചക്ക പറമ്പക്ക് കാലെത്തും. നിങ്ങൾ പറയും, ഈ മനുഷ്യൻ ഞാൻ പറമ്പക്ക് കാലെത്തോ? പറയേ, അവിടെ ഞാൻ ആനയും കണ്ടിട്ട് പുലിനെയും കണ്ടു. ഇങ്ങനത്തെ ഒരു നെരിനെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ നെരിനെ കണ്ടിട്ടില്ല. നോക്കൂ നാട്ടുകാരെ, 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഫത്ഹുൽ മുഈൻ പോലെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് അറിയോ? വരത്ത് സംസാരിക്കണം. ഒരു അന്യ ആള് വന്നിട്ട് ഇവിടെ ആരെങ്കിലും കണ്ട? ഇവിടെ ആരില്ല. വരത്ത് പറയണെന്ന ഇല്ല, ഇരിക്കൂ, ചായ കുടിക്കൂ എന്നാ പലതും കുടിച്ചിട്ടേ പോകൂ. ഛേ, നന്ദി കെട്ടവൾ, നാണം കെട്ടവൾ. ഛേ, എന്തിനു പറ്റും അവളെ? എന്തിനു പറ്റും അവളെ? ആര് വീട്ടിൽ കിടന്നു വന്നാലും ഇരിക്കൂ, ഇല്ല, ആ വയന്ന സംസാരം ഉണ്ടല്ല. എൻ്റെ സഹോദരിമാരെ, ഇത്ര മോശപ്പെട്ട പ്രകൃതി, ഇത്ര മോശപ്പെട്ടൊരു പെണ്ണ് ഈ ഭൂമിയിൽ കാണാൻ കഴിയില്ല. ഭർത്താവിൻ്റെ മുന്നിൽ കൊഞ്ചേണ്ടുന്നവൾ ഏതൊരുത്തൻ വന്നപ്പോഴേക്കും കൊഞ്ചിക്കൊടഞ്ഞ് അവളോട് അവനുമായി അവൻ അടുത്തിരുത്തുന്ന ഒരു കൊഞ്ചി, അത് വൃത്തികെട്ട പെണ്ണാണ്. അതുകൊണ്ട് ആ മയത്തിൽ സംസാരിക്കാൻ നിൽക്കരുത്. അന്യൊരു പുരുഷൻ വന്നാൽ. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. സിനിമാ സീരിയൽ നടികളെ അനുകരിച്ച് പൊതുനിറുത്തകളിലും കല്യാണ പന്തലുകളിലും അരങ്ങേറുന്ന ഫാഷൻ ഷോകൾ, കല്യാണ സദസ്സുകളിൽ, അതുപോലെ മറ്റു വേദികളിലും സിനിമാ സീനിയർ നടികളെ അനുകരിച്ചുകൊണ്ട് വേഷവിധാനത്തോടുകൂടെ നടക്കുന്ന പെൺകുട്ടികൾ വ്യഭിചാരി പെൺകുട്ടികളാണ്. വ്യഭിചാരി പെൺകുട്ടികളുടെ ആമുഖമാണ്. അലാമാത്തു സിനാ മിൻ അലാമാത്തി സിനാ, വ്യഭിചാരി പെണ്ണുങ്ങളുടെ ആമുഖമാണ് അവരൊക്കെ എന്നാ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളുടെ റൂമുകളിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ക്യാമറ പിടിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നുവെങ്കിൽ എത്ര വീടുകളാണ്? മാതാപിതാക്കൾ ബാത്റൂമിൽ പോകുന്നുവെങ്കിൽ പെറ്റ ഉമ്മാന്റെ ശരീരം മുഴുവനും പിടിക്കാൻ ക്യാമറ പിടിപ്പിച്ച് കൂട്ടുകാർക്ക് കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്ന പത്രവാർത്ത നിങ്ങൾ കണ്ടില്ലേ നാട്ടുകാരെ? പെറ്റ ഉമ്മ ഏകദേശം 500 രൂപക്ക് വേണ്ടി ചെറുപ്പക്കാരിയായ ഉമ്മ, ആ ഉമ്മ ബാത്റൂമിൽ പോയപ്പോ ആ ഉമ്മയുടെ ശരീരം മുഴുവനും ക്യാമറ പിടിപ്പിച്ച് പാവപ്പെട്ട ഉമ്മ അറിഞ്ഞില്ല. അത് പിടിപ്പിച്ചുകൊണ്ട് കാമുകന്മാരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് കാശ് വാങ്ങിയ ആൺകുട്ടികളും പെൺകുട്ടികളും. പത്രധോര വായിച്ചില്ലേ? എന്തിനു പറ്റും പുരുഷന്മാരെ? സംഭവിച്ചു പോയാൽ പറയാൻ, ഇത് പറയുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നും. നാട്ടുകാരെ, സംഭവിച്ചാൽ എന്തിനു പറ്റും? ഇനി എന്തിനു ജീവിക്കണം? അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വ്യഭിചാരത്തിന്റെ ആമുഖങ്ങളായി മഹാന്മാർ എഴുതി വെച്ചത് കാണാം. സൂക്ഷിച്ചോളൂ, നിങ്ങളുടെ പെൺകുട്ടികളും നിങ്ങളുടെ പെൺമക്കളും നിങ്ങളുടെ ഭാര്യമാരുടെ അരികിലേക്ക് അന്യര് കയറി വരുന്നത് സൂക്ഷിച്ചോളൂ. വീട്ടിൽ അമിത സ്വാതന്ത്ര്യം കൊടുക്കരുത്, വീട്ടിൽ പ്രവേശിപ്പിക്കരുത്. അവർക്ക് വരാന്തയിൽ ഇരുത്തി സംസാരിപ്പിച്ചവരെ വിടുകയാണ് വേണ്ടത്. അടുക്കളയിൽ പ്രവേശിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചു പോയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ആഫത്തുകളിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആഫത്തുകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇപ്പം എത്രനായി? വാക്കപ്പം എത്രനായി? 6 ആയില്ലേ? 7 ആക്കിലു മാലിൽ യതീം വആക്കിലു റിബാ. പാവപ്പെട്ട യതീം മക്കളുടെ
യത്തീം കുട്ടികൾ, പൊതുമുതലുകൾ, പള്ളിയുടെയോ മദ്രസയുടെയോ പാവപ്പെട്ട യത്തീമുകളുടെയോ ഒരു രൂപയെങ്ങാനും ശരീരത്തിലോ വയറ്റിലോ പെട്ടുപോയാൽ അവൻ ഇബ്ലീസിന്റെ മക്കൾപ്പെട്ടവരാണ്. അവൻ അല്ലാഹു ഒന്നിനും കൊള്ളാത്ത ചണ്ടിയാക്കി അവനെ മാറ്റിക്കളയുന്നതാണ്. ഒരു പൊതുമുതലെങ്ങാനും ഒരു രൂപ അത് പെട്ടുപോകരുത്. മുഹമ്മദ് മുസ്തഫ വലിയ അപകടമാണ്, വലിയ അപകടമാണ്. ഇവിടെ വെച്ച് തന്നെ അല്ലാഹു അവന് ഒന്നിനും കൊള്ളാത്തവനാക്കിക്കളയും. ആഖിറത്തിലോ കഠിനമായ ശിക്ഷയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് കൂട്ടത്തിൽ മഹത്തുക്കൾ പഠിപ്പിച്ചു ആക്കിലു റിബ, പലിശ. പലിശയുമായി അല്ലാഹു കാക്കട്ടെ, പലിശ വർദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടേ അത് മാത്രം നോക്കി നിങ്ങൾ ഒരു പേജ് അത് മാത്രം എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരീക്ഷകൾ അത് വേണമെങ്കിൽ ഇൻഷാ അല്ലാ ഞായറാഴ്ച ഞാൻ പറയാം, കുറച്ച് ലാസ്റ്റ് പറയാൻ നല്ലത്. അത് ലാസ്റ്റ് നീട്ടിയേക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു. പലിശകളുടെ ഒരു പടി സ്ത്രീകൾ പലിശക്കുണ്ട്. പലിശക്ക് എന്താ അതിന് പറയാ? കുടുംബശ്രീ അല്ല, വേറെ സ്ത്രീ ഉണ്ടല്ല, വേറെ സ്ത്രീ ഉണ്ടല്ല. ബാക്കി എന്താ എൻ്റെ പേര്? ഒന്നും പോലും ബാക്ക അയിലത്തൂക്കം, ഏട്ടത്തൂക്കം, അയിലത്തൂക്കം. എന്തൊരു തൂക്കം! അയിലത്തൂക്കം, ഏട്ടത്തൂക്കം, മത്തിത്തൂക്കം, ചാളത്തൂക്കം, അങ്ങനെ പല തൂക്കങ്ങളും. ഓ എൻ്റെ പെങ്ങളെ, നോക്കൂ, നിങ്ങളൊരു സ്വർണമെങ്ങാനും പണയം വെക്കുന്ന ഉമ്മ, നിങ്ങളുടെ വീട്ടിലെങ്ങാനും നിങ്ങളുടെ മകളുടെയോ ഭാര്യയുടെ സഹോദരങ്ങളെ ഒരു കുടുങ്ങിയ സമയത്ത് ഭാര്യയുടെ സ്വർണമെങ്ങാനും പണയം വെച്ചാൽ ആ കുടുംബത്തിൻ്റെ ശിക്ഷ എത്രയാണ്? എന്തിനാണ് പണയം വെക്കുന്നത്? നിർബന്ധ ഘട്ടം, ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ നായകളെ കടിക്കാം, പട്ടിയുടെ ഇറച്ചി കടിക്കേണ്ട സമയമുണ്ട്. അതാണ് ലറൂറത്തിൻ്റെ ഘട്ടം. അങ്ങനത്തെ ഘട്ടം വന്നോ? ആർക്കാണ് വന്നിട്ടുള്ളത്? നിസ്സാര പ്രശ്നങ്ങൾക്ക് സ്വർണമൊക്കെ പണയം വെക്കുന്ന സ്ത്രീകളെ. ഇന്നരിബാ ലദ്ർഹമു കണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്ക ചൊല്ലൂ. ലദ്ർഹമു റിബൻ അശദ്ദു ഇൻദല്ലാഹ് മിൻ 36 സൻയാ. വ്യഭിചാരത്തിൻ്റെ ഗൗരവം പറഞ്ഞില്ലേ? ഒരു രൂപയെങ്ങാനും അയൽക്കൂട്ടമായോ കുടുംബശ്രീയായോ എൻ്റെ പെങ്ങളെ, സ്ത്രീകളെ, ഒരു രൂപയെങ്ങാനും പലിശ പറ്റിപ്പോയാൽ അശദ്ദു ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ കോടതിയിൽ മിൻ 36 സൻയാ, 36 വ്യഭിചാരികളെക്കാളും കഠിന ശിക്ഷയാൻ. ഒരു മാലയെങ്ങാനും പണയം വെക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്തു വലിയ ശിക്ഷയാണത്! ഇന്നരിബാ 99 ബാബാ. ഒരു രൂപ പലിശക്ക് കൊടുക്കുകയോ പലിശ വാങ്ങുകയോ പലിശയുമായി ഇടപാട് നടത്തുകയോ, അത് വീടെടുക്കാൻ വേണ്ടിയാവട്ടെ, വീടെടുക്കാൻ വേണ്ടി ഒന്ന് വാർപ്പാക്കാനല്ലേ ലോൺ എടുക്കുന്നത് മനുഷ്യ. ആ ലോണില്ലാതെ ഉള്ള വീട്ടിലും ജീവിക്കാമല്ലോ. പണ്ടത്തെ ആളുകൾക്ക് ഈ തരത്തിലുള്ള സൗകര്യം പോലുമില്ലല്ലോ. ഇതുള്ളതൊന്ന് കൂട്ടാനല്ലേ, ഉള്ള 1-2 റൂമുകൾ കൂട്ടാനല്ലേ ലോൺ എടുക്കുന്ന മുസ്ലിമീങ്ങളെ. ഇന്നരിബാ 99 ബാബാ. 99 ശിക്ഷകളാണ് പലിശക്കുള്ളത്. അതിലേറ്റവും ചെറിയ ശിക്ഷ മരുഭൂമിയിൽ വെച്ച് സാധുവായ ഉമ്മയെ, പെറ്റ ഉമ്മയെ ജനമധ്യത്തിലിട്ട് വ്യഭിചരിച്ചാൽ എന്തൊരു ശിക്ഷയാണ്! അതിനേക്കാളും വലിയ ശിക്ഷയാണ് ഒരു ദിർഹമെങ്ങാനും ഒരു മാലയെങ്ങാനും പണയം വെക്കുകയോ ലോൺ എടുക്കുകയോ ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. ഈമാനുള്ള എൻ്റെ അനുജ, സംവിധാനങ്ങൾ നമുക്ക് വേണം, ആവശ്യമാണ്. ഒരു ബൈക്കെങ്ങാനും ലോൺ എടുത്തുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നുവോ, നിർണായക ഘട്ടത്തിൽ ഇൻഷൂർ അടക്കുന്ന സകാലകമാണ്.
ഇൻഷൂർ അടക്കുന്ന കാലമാണ്. ഈ ഇന്ത്യ രാജ്യത്ത് വാഹനം പുറത്തിറങ്ങണോ ഇൻഷൂർ അടക്കണം. അതിൽ തന്നെ പല വിധികളുമുണ്ട്. അത് ലറൂറത്തിന്റെ ഘട്ടമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇന്ത്യയുടെ നിയമമാണത്. പക്ഷേ അതല്ലാത്ത വിധത്തിൽ നാം എങ്ങാനും ഒരു ബൈക്ക് ലോഡെടുത്തുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി ലോഡെടുത്തെടുക്കുന്നുണ്ടോ? ഒരു കാറെങ്ങാനും ലോഡെടുത്തുകൊണ്ട് കാർ എടുക്കുന്നുണ്ടോ? മഹിമാനുള്ള അനുജാ, ഇവിടെ നമുക്ക് രസിക്കാം. നാളെ മരിച്ചാൽ പെറ്റ ഉമ്മയെ പരസ്യമായി വ്യഭിചരിച്ചതിനേക്കാളും വലിയ ശിക്ഷയാണ് അല്ലാഹു അവന് കൊടുക്കുക. ഉമ്മമാരെ, എൻ്റെ പെങ്ങളെ, തലകുത്തി മറിഞ്ഞാലും നിങ്ങളുടെ ഭർത്താവ് എന്ത് മറിഞ്ഞാലും ഒരു മാലയോര വള പോലും പണയത്തിന് കൊടുക്കരുതേ പെങ്ങളെ. പണയം വെക്കാൻ കൊടുക്കരുത്, അപകടമാണത്. ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷയാടി ഒരു മോതിരം പണയം വെക്കുന്നത്. അത് സൂക്ഷിക്കടേ. പലിശ അല്ലാഹു മാപ്പ് തരാത്ത വിഷയമാണ്. യജമാനനായ റബ്ബ് പൊരുത്തപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖം കാണാൻ കഴിയില്ല. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കടുപ്പത്തിലാണ് പറയുന്നത്. അന്നഫ്സു തബ്കി അല ദുനിയാ വഖദ് അലിമത് അന്ന സലാമത ഫീഹാ തർകു മാ ഫീഹാ. ഓരോ മനുഷ്യനും കരയുകയാണ്. ലോണുകളതാ പെരുകിയിരിക്കുന്നു, അതുപോലെ പണയം വെക്കുന്നത് പെരുകിയിരിക്കുന്നു. എത്ര പെൺകുട്ടികളാണ് നാണമില്ലാതെ പലിശയുമായി ബന്ധപ്പെടുന്നത്, പെരുകിയിരിക്കുന്നത്. മനുഷ്യന്മാരാണ് കരയുന്നത്. അന്നസലാമത ഫീഹാ തർകു മാ ഫീഹാ. ഈ ദുനിയാവിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ദുനിയാ തഖുലു ബിമിൽഇ ഫീഹാ ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി. ഓ മുസ്ലിമീങ്ങളെ, ദുനിയാവാണ് പറയുന്നത്. അതിൻ്റെ വായ നിറച്ച് പറയുന്നു, സൂക്ഷിച്ചോളൂ ഹദാരി, സൂക്ഷിച്ചോളൂ എന്നെ നിങ്ങൾ. ഞാനിതാ നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങളുടെ സ്വർണം പണയം വെക്കാൻ, ലോൺ എടുത്തുകൊണ്ട് വാഹനമെടുക്കാൻ നിങ്ങളെ ഞാനിതാ പ്രേരിപ്പിക്കും. ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി. സൂക്ഷിച്ചോളൂ നിങ്ങൾ എന്നെ, സൂക്ഷിച്ചോളൂ നിങ്ങൾ എന്നെ എന്ന് ഈ ഭൂമി നമ്മോട് പറയുന്നുവെങ്കിൽ മുസ്ലിം സമുദായമേ, എന്തൊരു ദുർഗതിയാൻ, വേദനാജനകമായ രംഗമാൻ. വമൻ യഅ്മനി ദുനിയാ യകും മിസ്ല ഖാബിലി അലൽ മാഇ ഫുറൂജുൽ അസ്വാബിഇ. ആരെങ്കിലും ലോൺ എടുത്തുകൊണ്ട് അതല്ല എങ്കിൽ സ്വർണം പണയം വെച്ച് മറ്റുള്ള വിധത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്നവരുണ്ടോ? എന്താണ് മനുഷ്യ നീ ചിന്തിക്കുന്നത്? ഈ ദുനിയാവിൽ രക്ഷപ്പെടാമെന്നാണോ? നീ ഒരു പിടി നിന്റെ കൈ കൊണ്ട് വെള്ളം ഹൗദിൽ ചെന്ന്, കുളത്തിൽ ചെന്ന്, സമുദ്രത്തിൽ ചെന്ന് വെള്ളമെങ്ങാനും പിടിച്ചു വെക്കിയാൽ നിന്റെ വിരലൊന്ന് വിടർത്തി നോക്ക്. ആ വിരൽ ഉള്ളിൽ കൈയിൻ്റെ അടിയിൽ എത്രയാണ് വെള്ളമുള്ളത്? ഉണ്ടോ ഇല്ലേ? വമൻ യഅ്മനി ദുനിയാ യകും മിസ്ല ഖാബിലി അലൽ മാഇ ഖാനതുഹു ഫുറൂജുൽ അസ്വാബിഇ. വെറുതെയാൻ, എല്ലാം നഷ്ടപ്പെട്ടു പോകും. നീ നോടെടുത്തുകൊണ്ട് എത്ര വലിയ വാർപ്പ് വീടാണ് എടുക്കുന്നത്. മുസ്ലിമേ, നീ ശ്രദ്ധിച്ചാൽ നീ എത്ര ദിവസമാണോ അതിൽ ജീവിക്കുന്നത്? ഈമാനുള്ള എൻ്റെ അനുജാ, ജ്യേഷ്ഠ സഹോദരാ, എത്രയാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്? ചിന്തിച്ചാ നിനക്ക് ആയുസ്സുണ്ടോ? നിന്റെ ലോൺ എടുത്തത് വീടുമ്പോഴേക്കും നീ പള്ളിക്കാട്ടിൽ പോയി കിടന്നാലോ, നീ പള്ളിപ്പറമ്പിൽ പോയി കിടന്നാലോ, നിന്റെ പള്ളി, നിന്റെ പള്ളിക്കാട് ആളിക്കത്തുന്ന ജഹന്നമല്ല. ഒരു രൂപയെങ്ങാനും പലിശ വാങ്ങിയ മനുഷ്യൻ, ലോൺ എടുത്തു പോയ മനുഷ്യൻ, അതുപോലെ അവിടുന്ന് മറ്റു പല വിധത്തിലുള്ള പലിശയുമായി ബന്ധപ്പെട്ടവൻ
ഖബറിലേക്കെങ്ങാനും കൊണ്ടുപോയി കിടത്തിയാൽ പന്നികളുടെ രൂപം, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, പന്നിയുടെ രൂപത്തിൽ പോലും പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥകളുണ്ട് എന്ന് ചില മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ ലോൺ എടുക്കുന്നത് എൻ്റെ ഈമാനുള്ള നാട്ടുകാരെ നരകത്തിലേക്കുള്ള റൂട്ടാണത്, നരകത്തിലേക്കുള്ള റൂട്ടാണത്. അതുപോലെ തന്നെ സ്വർണം പണയം വെക്കുന്നത്, നിങ്ങളുടെ ആഭരണങ്ങൾ പണയം വെക്കുന്നത്, ഉമ്മമാരെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിൽ ഒരൊറ്റ ഉമ്മയും ആഭരണങ്ങൾ പണയം വെക്കാൻ കൊടുക്കരുത്. പണയം വെക്കാൻ കൊടുത്തോ ഈ ഭൂമിയിൽ അല്ല നിങ്ങളെ വിടൂല. മഹ്ശറിലെ കഥകൾ സാഹചര്യം അനുവദിക്കുമെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. വിഷമമുണ്ട്. പണയം വെക്കുന്ന ഒരു പെൺകുട്ടിക്ക്, സ്വർണ്ണാഭരണം പണയം വെക്കാൻ കൊടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകൾ, അത് മാത്രം ഒരു ദിവസം വാഴ പറയണമെന്നുണ്ട്. ഉമ്മമാരെ, എത്ര കഠിനമാണ് ഈ സംഭവം, കഠിനമാണ് ഈ സംഭവം. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നൊരു ഖിദ്മ ഉസ്താദുമാരെ ഇരുത്തി, എൻ്റെ ഒരു കടമ, പടച്ചവനെ നീ സാക്ഷിയാൻ, നീ സാക്ഷിയാൻ. നാട്ടിൽ വളർന്നു 100 കുട്ടികൾക്ക് ദർസ് നടത്തു. 20 കൊല്ലമായി ദർസ് നടത്താൻ തുടങ്ങിയിട്ട് യാ ഫത്താ, ഈ ആളുകളെ സാക്ഷി നിർത്തി എന്നെ കൊണ്ട് കഴിയുന്ന ഖിദ്മ